5 വർഷത്തിന് ശേഷം ലോകത്തിലെ തന്നെ 2 പ്രധാന നേതാക്കൾ ഒരു മേശയ്ക്ക് ഇരുവശവും എത്തുകയാണ്. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ. നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് നയതന്ത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ വ്യാപാര യുദ്ധം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ. ട്രംപ് ഷീ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുമ്പോൾ അണിയറയിൽ എന്ത് സംഭവിക്കും? ജനുവരിയിൽ ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇരു നേതാക്കളും ആദ്യമായി നേരിട്ട് കാണുന്ന കൂടിക്കാഴ്ച. ഈ വർഷം കുറഞ്ഞത് 3 തവണയെങ്കിലും അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവസാനമായി നേരിട്ട് കണ്ടത് 2019 ട്രംപിന്റെ ആദ്യ ഭരണകാലത്തായിരുന്നു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തുന്ന ഈ കൂടിക്കാഴ്ച അമേരിക്കൻ നയതന്ത്രത്തിൽ ചൈനയുടെ സ്ഥാനം എത്രത്തോളം നിർണായകമാണെന്ന് അടിവരയിടുന്നു. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. മലേഷ്യ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷമായിരിക്കും നിർണായക കൂടിക്കാഴ്ച. ട്രംപിന്റെ മുൻ നിലപാടുകളിൽ നിന്നുള്ള ഒരു വ്യതിയാനമായിട്ടാണ് ഈ കൂടിക്കാഴ്ച പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നത്. അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിയിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ചൈനയുടെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ ശക്തമാക്കി. അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ചൈനയിൽ നിലനിൽക്കുന്നതിനാൽ കൂടിക്കാഴ്ച പൂർണ്ണമായും റദ്ദാക്കാനുള്ള സാധ്യത ട്രംപ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടിക്കാഴ്ച ഉറപ്പിച്ചത് ചൈനയുടെ നിലപാടുകൾ മാറ്റാൻ ട്രംപിന്റെ ഭീഷണികൾക്ക് കഴിഞ്ഞില്ല എന്നതിന്റെ തെളിവാണ്. അതിന് മറ്റു ചില കാരണങ്ങളുമുണ്ട്. ചൈനയുടെ ഈ പുതിയ നയം അമേരിക്കയെ ലക്ഷ്യമിടുന്നില്ല. പക്ഷേ അമേരിക്കൻ ഹൈടെക് കമ്പനികൾ ചൈനീസ് അപൂർവ ഭൗമധാതുക്കളുടെ വിതരണത്തെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യബോധമാണ് ട്രംപിന്റെ മലക്കം മറച്ചിലിന് പിന്നിൽ. വ്യാപാരം മുതൽ ആണവോർജം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇരു നേതാക്കളും കരാറുകളിൽ എത്തുമെന്ന പ്രത്യാശയും ട്രംപ് പിന്നാലെ പ്രകടിപ്പിച്ചു. കൂടാതെ ചൈന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയവും ചർച്ചകളിൽ പരിഹരിക്കാൻ പദ്ധതി തയ്യാറായേക്കും. നേരത്തെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായതോടെ ചൈനയുടെ സാങ്കേതിക മുന്നേറ്റത്തിന് തടയിടാൻ അമേരിക്ക പലതരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സെമി കണ്ടക്ടറുകൾ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളിലേക്കുള്ള ചൈനയുടെ പ്രവേശനം അമേരിക്ക കർശനമായി നിയന്ത്രിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള മേഖലകൾക്ക് ഈ സാങ്കേതിക വിദ്യകൾ അത്യന്താപേക്ഷിതമാണ്. അമേരിക്കയുടെ ഈ നീക്കങ്ങൾ ചൈനയുടെ സാങ്കേതിക വളർച്ചയെ തടയാനുള്ള വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ചൈന കാണുന്നത്. ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൂതന AI സംവിധാനങ്ങളിൽ അമേരിക്കൻ നേതൃത്വം ഉറപ്പാക്കുന്നതിനായി $500 ബില്യൺ ഫെഡറൽ സംരംഭത്തിന് പിന്തുണ നൽകിയിരുന്നു. ഇത് ചൈനയെ വലിയ രീതിയിൽ അപകടത്തിലാക്കുമെന്നാണ് ട്രംപിന്റെ ഭാഷ്യം. എന്നാൽ അമേരിക്കയുടെ സാങ്കേതിക നിയന്ത്രണങ്ങളെ സാമ്പത്തിക ഭീഷണിപ്പെടുത്തൽ എന്ന് ചൈന വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ നീക്കം ചൈനയുടെ സ്വന്തം സാങ്കേതിക മുന്നേറ്റത്തിന് ഒരു പ്രേരണയായി മാറി. ചിപ്പുകൾ, സോഫ്റ്റ്വെയറുകൾ, AI എന്നിവയുടെ ആഭ്യന്തര ഉൽപ്പാദനം ശക്തിപ്പെടുത്തുന്നതിലൂടെ ആഗോള ശക്തി കേന്ദ്രം എന്ന നിലയിലുള്ള തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാൻ ഷീ ജിൻപിങ് ലക്ഷ്യമിടുന്നു. മാത്രമല്ല, ചൈനയുടെ പുതിയ പഞ്ചവത്സര പദ്ധതിയുടെ പ്രഖ്യാപനം ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയിൽ തങ്ങളുടെ നിലപാടുകൾ ശക്തമായി അവതരിപ്പിക്കാൻ ചൈനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ആഗോള സാമ്പത്തിക വ്യാപാര രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പുതിയ തരം ശീതയുദ്ധത്തിനാണ് ഈ സംഭവ വികാസങ്ങൾ തുടക്കമിടുന്നത്.
നിർണായക ചർച്ചകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പുതിയ സമവായത്തിലേക്കോ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം നിലവിലെ വ്യാപാര യുദ്ധങ്ങളുടെ താൽക്കാലിക വിരാമത്തിലേക്കോ നയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആഗോള വ്യാപാരത്തിന്റെയും സാമ്പത്തിക മേധാവിത്വത്തിന്റെയും കാര്യത്തിൽ ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നയതന്ത്രവും മുന്നോട്ടു പോകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ കൂടിക്കാഴ്ച ലോകത്തിന് നൽകുന്നത്.